ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അരൂപിയിലുള്ള ആത്മസമീപനം. മനുഷ്യരായ നമ്മള് ശരീരത്തിലിരുന്ന് പ്രാർത്ഥിക്കും, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. പക്ഷെ ആത്മാവിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. യേശു പറയുന്നുണ്ട്, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് മധ്യസ്ഥം വഹിക്കും പ്രാർത്ഥിക്കുക. ശരീരത്തിലോ മനസ്സിലോ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്, ആത്മാവിലും സത്യത്തിലും. അപ്പോൾ അവാച്യമായ നെടുവീർപ്പുകളിലൂടെയാണ് ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ശരീരത്തില് അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്ന യേശു പറഞ്ഞിട്ട്, നിങ്ങൾ എന്നെ അധരം കൊണ്ട് സ്തുതിക്കും. അധരം എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി. അപ്പൊ അധരം കൊണ്ട് നമ്മൾ സ്തുതിക്കും, പക്ഷെ ഞാൻ അറിയുന്നില്ല. ആരറിയുന്നില്ല? യേശു അറിയുന്നില്ല. നമ്മൾ പ്രയർ ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടൈമില് കൊന്ത ചെല്ലും, കറക്റ്റ് ടൈമിൽ പള്ളി പൊക്കെ, പക്ഷെ യേശു നമ്മളെ അറിയുന്നില്ല. അതെന്താ കാരണം? യേശു ആത്മാവാണ്. ആത്മാവിന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ യേശു അറിയില്ല. അപ്പൊ നമ്മുടെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുള്ളൂ. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശരീരം ജഡമോഹങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഉണ്ടോ? ശരീരം ജഡമോഹങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കിയാൽ പാപം അതിന്റെ മേൽ ഭരണം നടത്തുന്നു. അതാണ് ചിന്ത, മൈൻഡ്. ഇതെല്ലാം വരുന്നത് ഈ ആത്മാവിൽ പ്രയർ ചെയ്യാത്തതുകൊണ്ടാണ്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ആത്മാവിനുള്ള ഒരു വേദി മാത്രമാവുള്ളൂ. അപ്പൊ ഈ ശരീരത്തിന്റെ മേൽ വ്യാപാരങ്ങളൊന്നും ദൈവം നടത്തുന്നില്ല. ശരീരം ദൈവം ആഗ്രഹിക്കുന്നുമില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നേ ഒന്നാണ് ആത്മാവ്. അപ്പൊ നമ്മൾ ആത്മാവിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ആരാധനയുടെ മുൻപിൽ പ്രത്യക്ഷനാകും. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അപ്പൊ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ശരീരത്തിലല്ല. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, ഹൃദയത്തിലാണ് പ്രാർത്ഥന. ദൈവം വസിക്കുന്നത് ഹൃദയത്തിലാണ്. ആത്മാവാണ് ദൈവം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് വന്നു കഴിയുമ്പോഴാണ് യഥാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ എനിക്ക് മധ്യസ്ഥം വഹിക്കും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ അത് പൗലോസ്ലീഹ പറയാൻ കാരണം, ശരീരത്തിലുള്ള ആരാധനക്രമത്തെ പറ്റി പൗലോസ്ലീഹ സഭയ്ക്ക് കൊടുത്ത ഉപദേശമാണത്. അതാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. പൗലോസ്ലീഹ ആരാണ്? ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ട പൗലോസ് പറയുന്ന ഒരു കാര്യം ഇതാണ്, വേണ്ട വിധം. അയോഗ്യമായ പ്രാർത്ഥന ഇഷ്ടം പോലെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. എന്നാൽ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആര് പറയുന്നു? വിശുദ്ധ പൗലോസ് പറയാണ്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാനല്ല പ്രാർത്ഥിക്കേണ്ടത്, പിന്നെ ആരാണ്? അവാച്യമായ നെടുവീർപ്പുകളാൽ. അവാച്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അവാച്യം, അവാച്യം. ടീച്ചർ, അവാച്യം എന്ന വാക്കിന്റെ അർത്ഥം സൺഡേസ് മാസ്റ്റർ കരുതില്ലേ? അവാച്യം, മറ്റൊന്നിനെയും ക്രോഡീകരിക്കാത്തത്, ദൈവത്തിൽ മാത്രം ഉറച്ചത്. അവാച്യം, മറ്റൊന്നിനെയും ക്രോഡീകരിക്കാല, മറ്റൊരു ചിന്തയുമില്ലാതെ, മറ്റൊന്നും നമ്മൾ തൊടുകയല്ല. അവാച്യമായിട്ട്, അതായത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, അതിനെ ദൈവാശ്രയ ബോധം നമ്മൾ പറയുന്നത്. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചു മാത്രമുള്ള പ്രാർത്ഥന ആത്മാവിൻ്റെതാണ്. അത് ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്,
അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ എനിക്ക് മധ്യസ്ഥം വഹിക്കും. അപ്പൊ യേശു ആരാണ്? ആത്മാവ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന പൗലോസ്ലീഹായിരുന്നു, യേശു ആയിരുന്നു. യേശുവിന്റെ ആത്മാവ് ആ പൗലോസ്ലീഹയുടെ അകത്തിരുന്ന് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ മാറി നിന്ന് പൗലോസ്ലീഹ ഇതാ ഞാൻ മാറി നിൽക്കുന്നു. പൗലോസ് ആരാണ്? കാണുമ്പോൾ കോപിഷ്ഠൻ, അടുത്തു വരുമ്പോൾ ഭയങ്കര ക്രൂരനെ പോലെയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, എന്നെ ഞാൻ പ്രാർത്ഥിച്ചാൽ അത് ശരിയാകുക ഇല്ല. അതുകൊണ്ട് അവാജ്യമായ നെടുവീർപ്പുകളിൽ ആത്മാവ് തന്നെ എനിക്ക് മധ്യസ്ഥം വഹിക്കും. ഉണ്ടോ? യേശുവിന്റെ ആത്മാവ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥം വഹിച്ചു. നമുക്കറിയില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പക്ഷെ നമുക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. അപ്പൊ ആത്മാവ് തന്നെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പൗലോസ് വിശുദ്ധ പൗലോസായി മാറിയത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ആത്മാവിന് ഉചിതമായി പ്രാർത്ഥിക്കുമ്പോഴാണ് നാം വിശുദ്ധരുടെ ഗണത്തിൽ പെടുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കുരുവികൾ വന്നിരിക്കാൻ കാരണം അതാണ്. അവിടെ മഞ്ഞ് വന്ന് നിറയുന്ന കാരണം അതാണ്. ഞാനല്ല പ്രാർത്ഥിക്കുന്നത്. ആ നിമിഷം എന്നിലെ ദൈവാത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവിക അനുഭവം അവിടെ ഉണ്ടാകും, ദൈവിക സ്വഭാവം അവിടെ നിലനിൽക്കും, ദൈവത്തിന്റെ അരൂപി അവിടെ പ്രസാദിക്കും. അപ്പൊ അതുപോലെ നമ്മളും എങ്ങനെ പ്രാർത്ഥിക്കണം? അവാജ്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ മധ്യസ്ഥം വഹിച്ച് എന്റെ കൂടെ പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ ശരീരം ശുദ്ധിയായി, എന്റെ മനസ്സ് ശുദ്ധമായി, എന്റെ ആത്മാവ് ശുദ്ധിയായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ രീതി വന്നുണ്ട് ഇവിടെ ഉണ്ടോ? എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്നി വന്നു കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എന്റെ കൂടെ പ്രാർത്ഥിക്കും. ആത്മാവ്, ദൈവം ആത്മാവാണ്. അപ്പോൾ എന്റെ ശരീരം ശുദ്ധിയായി, എന്റെ മനസ്സ് ശുദ്ധമായി, എന്റെ ആത്മാവ് ശുദ്ധിയായി. എന്റെ ആത്മാവിൽ ദൈവാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന ആര് കേട്ടു? ദൈവം കേട്ടു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയല്ല ആത്മീകരുടെ പ്രാർത്ഥന, അത് ഒരു മാറ്റൊലി തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയാത്തത്? നാം ജഡീകരാണ്. ഉണ്ടോ? നാം പൂർണ്ണമായിട്ട് ആരാണ്? ജഡീകരാണ്. അപ്പൊ ജഡീക സ്വഭാവം നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ജഡീകരാണ്. എന്നാൽ ആത്മീകരോ ഒരിക്കലും ജഡീകരല്ല. അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ മതിയാവൂ. അവരുടെ നിയോഗമാത്. അവർക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതും പറഞ്ഞുതരാം. ആത്മാവിൽ ഇരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം പ്രാർത്ഥന വഴി ദൈവം ലോകത്തെയും മനുഷ്യനെയും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാണാൻ ചില വൈദിക അച്ഛന്മാര് ചുമ്മാ അച്ഛൻ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ചില പ്രദേശന്മാർ ഇങ്ങനെ വെറുതെ പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കല? ഭൂമി അനുഗ്രഹിക്കപ്പെടുക ഇല്ല. അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുന്നു. അവർ ദൈവത്തോട് സകലർക്കും വേണ്ടി സമർപ്പിതരായി പ്രാർത്ഥിക്കും. നമ്മൾ വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക്, അൽമായർക്ക്, കുടുംബജീവിതം എല്ലാവർക്കും വേണ്ടി നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പോലും സമർപ്പിതരാണ് നമ്മൾ. എന്തിനാ നമ്മൾ സമർപ്പിതരാകുന്നത്? ദൈവകൃപ എല്ലാവരുടെയും മേൽ വന്ന് നിറയണം. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു ഭാഗം കൂടെ എടുക്കാം. നമ്മൾ എല്ലാവരും നോമ്പ് കാലം വ്രതമെടുത്ത് നോമ്പ് നോക്കുന്നവരാണ്. 25 നോമ്പുണ്ട്, 8 നോമ്പുണ്ട്, 50 നോമ്പുണ്ട്. യഥാർത്ഥത്തിൽ യേശുവിന്റെ നോമ്പ് എന്താണെന്ന് നമ്മൾ ആരും യേശുവിനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു നോമ്പ് നമ്മൾ എടുത്തിട്ടും ഇല്ല. യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നു. സ്നാനം കഴിഞ്ഞ യേശു ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് എടുക്കപ്പെട്ടു, അല്ലെ? 40 രാവും 40 പകലും അവൻ എന്ത് ചെയ്തു? ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്താണ് ഉപവാസം എന്നാണ് പഠിക്കാൻ വന്നത്. അവൻ ഉപവസിച്ച സമയങ്ങളിലും കാലങ്ങളിലും അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഉണ്ടോ? യേശു 40 രാവും 40 പകലും ഉപവസിച്ചു. ആ സമയങ്ങളിൽ അവൻ ഭക്ഷിക്കുകയോ
വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്തില്ല. അവൻ ആത്മാവിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ ശാരീരിക പ്രാർത്ഥനകൾ എടുക്കുന്നുണ്ട്, ശാരീരിക നോമ്പുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നോമ്പ് ഒരിക്കലും ഫലദായകമല്ല. കാരണം നമ്മള് ഇറച്ചി, മുട്ട, പാല്, മീന് ഇങ്ങനെ കുറെ വിഭവങ്ങൾ മാറ്റിവെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലളിത ഭക്ഷണമാക്കി നമ്മളെ ലഘൂകരിക്കും ശരീരത്തിൽ. അപ്പോഴും നമ്മുടെ ആത്മാവ് അസ്വസ്ഥമായി പല ജോലികളിലും വ്യാപൃതമായിരിക്കും. ആ നോമ്പ് ദൈവസന്നിധിയിൽ എത്തുന്നില്ല. യേശു പറയുന്നു പ്രീശന്മാരോട്, നിങ്ങൾ നോമ്പ് എടുക്കുമ്പോൾ മുഖം കഴുകുകയും ശിരസിൽ തൈലം പൂശിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ മറ്റൊരാൾ നിങ്ങളുടെ മുഖം കണ്ട് വാടിയിരിക്കുന്നത് നിങ്ങൾ നോമ്പാണെന്ന് പറയുന്നതല്ല നോമ്പ്. നിങ്ങൾ ഫ്രഷായിരുന്നു കൊണ്ട് ദൈവത്തോടു കൂടെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ നോമ്പ്. അപ്പൊ യേശു 40 രാവും 40 പകലും പിശാചിനോട് യുദ്ധം ചെയ്യുന്ന നോമ്പാണ്. സാത്താനെ പരാജയപ്പെടുത്തുവാണ് യേശു. 40 രാവും 40 പകലും യേശു കണ്ണു തുറന്നിട്ടില്ല. കണ്ണ് അടച്ച് ശരീരത്തിലല്ല യേശു നോമ്പെടുത്തത്. യേശു ശരീരത്തിലല്ല ആ വ്രതം ചെയ്തത്. അതെവിടെ ചെയ്ത യേശു? ആത്മാവിൽ തന്റെ ശത്രുവാകുന്ന പിശാചിനോടാണ് യേശു യുദ്ധം ചെയ്തത്. മുഴുവൻ സമയം യേശുവിന്റെ പഞ്ച ഇന്ദ്രിയങ്ങൾ അടച്ചു വെച്ചു. എന്നിട്ട് ആത്മാവിൽ മാത്രമാണ് യേശു ജീവിച്ചത്. അവിടെ വെള്ളമോ ഭക്ഷണമോ യേശുവിന് ആവശ്യമില്ല. കാരണം യേശു ആരുടെ കൂടെ ഇരിക്കുന്നത്? വചനമായ പിതാവിനോട് കൂടെയാണ്. അപ്പം സാത്താൻ വരുമ്പോൾ യേശു വചനം കൊണ്ടാണ് നോമ്പ് തകർക്കാൻ വരുന്നവനോട് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളാരും എടുത്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ എടുക്കല. അപ്പൊ നമ്മൾ നോമ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്രതം എന്ന് പറയുന്നത് പിശാചിനോടുള്ള ഘോര യുദ്ധമാണ്. അതായത് പൈശാചിക ശക്തികളെ ശരീരത്തിൽ നിന്ന് വേർതിരിക്കുക. നമ്മുടെ ശരീരത്തിലുണ്ട് അവസ്ഥ. ഒരു മണിക്കൂറിൽ ഒരു മനുഷ്യൻ 300 പാപം ചെയ്യും. ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപമാണ്. ഒരു മണിക്കൂർ നിങ്ങൾ ആത്മാവിൽ ഇരുന്ന് നോക്കിയേ, നിങ്ങളുടെ ആ 1 മണിക്കൂർ ശരീരം വിടാനുള്ള ഒരു അവസ്ഥ കാണണമെങ്കിൽ 3 മിനിറ്റ് ഇരുന്ന് നോക്കിയേ. 3 മിനിറ്റ് കൊണ്ട് 3000 ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് വന്ന് ഇടിക്കും. അപ്പൊ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ പറ്റുകയില്ല. എന്നാൽ നിങ്ങൾക്ക് ശരീര നോമ്പുകൾ എടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ യേശു ചെയ്ത ശരീര നോമ്പല്ല. എന്ത് നോമ്പ എടുത്തത്? ആത്മാവിനെതിരെ വരുന്ന ശക്തിയോട് യുദ്ധം ചെയ്യുവാൻ ആത്മാവിലാണ് യേശു നോമ്പ് എടുത്തത്. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന. ആത്മാവിൽ ആരാധന, സത്യത്തിൽ ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആത്മാവിൽ ആരാധന, സത്യത്തിൽ ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന, ആത്മാവിൽ ആരാധന, സത്യത്തിൽ ആരാധന, യേശുവേ ആരാധന, ദൈവമേ ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിലാണ് നോമ്പ് യേശു വഴി ഫലദായകമാകുന്നത് ആത്മാവിൽ. ഉണ്ടോ? എങ്ങനെ നോമ്പ് പറയുന്നത്? ദൈവത്തിലാണ് നോമ്പ്, ആത്മാവ് യേശു വഴിയാണ്. അപ്പൊ യേശു പഠിപ്പിച്ചത് ശരിയാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. എന്നിലൂടെ അല്ലാതെ ആരും എന്റെ പിതാവെങ്കിലേക്ക് കടന്നു പോകുകയില്ല. വളരെ സത്യമാണ്. ഞാനൊരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു ഹൈന്ദവ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അവർ വന്ന് കൊണ്ടുപോയി. ഒരു ബാങ്ക് മാനേജറായിരുന്നു. 92 വയസ്സായിട്ട് അയാൾക്ക് മരിക്കാൻ പറ്റുന്നില്ല. ഒരവസ്ഥ, പാവാവസ്ഥ.
പാപാവസ്ഥയിൽ കിടക്കുക. അങ്ങനെ അവരെന്നെ തൃശ്ശൂരേക്ക് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി ഞാൻ അവിടെ ചെല്ലുമ്പോ ഇയാൾക്ക് തൂങ്ങി മരിച്ചാലും മതി, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും യേശു ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഉടനെ ഞാൻ അവിടെ ഒരു വെളുത്ത തുണി വിരിച്ച് നിലത്തിട്ട് കട്ടിലെ കിടക്കാം, ഒരു പഞ്ചിരം പോലെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 3.5 മണിക്കൂർ ഞാൻ എന്ത് ചെയ്തു, ഈ മനുഷ്യന് വേണ്ടി ആത്മാവിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. വിടുതൽ ശരീരത്തെല്ലാം ഞാൻ എടുത്തു, ഫ്രീ ആക്കി അവിടെ ഇട്ടു. ഞാൻ അവിടുന്ന് വീട്ടിൽ വന്ന് കയറി, തൽക്ഷണ ആള്. അപ്പൊ നമ്മൾ മരിക്കണമെങ്കിൽ പോലും നമുക്കൊരു ആരാധന വേണം. യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നാലേ നമുക്ക് മരിക്കാൻ പറ്റൂ. ആദിയും അന്ത്യവും ഞാൻ തന്നെയാണ്, അൽഫയും ഒമേഗയും ഞാൻ തന്നെയാണ്, ഒടുക്കത്തോനും ആദ്യത്തോനും ഞാൻ തന്നെയാണ്. അപ്പം ജീവനും മരണവും ആരാണ്? ഒറ്റ ആളാണ് ദൈവം. ഉണ്ടോ? യേശു എന്നവർ ഒറ്റ മനുഷ്യനാണ് ദൈവം. ആ മനുഷ്യനിലൂടെയാണ് ഈ ലോകം രക്ഷപ്പെടുന്നത്. ഓരോ മനുഷ്യാത്മാവും രക്ഷപ്പെടുന്നത് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരാത്മാവും രക്ഷപ്പെടുകയല്ല. കാരണം ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തെ പറ്റി മാത്രം പഠിപ്പിച്ചു, എന്നിട്ട് ദൈവത്തിലോട്ട് മടങ്ങിപ്പോയ ഒരേ ഒരു ശക്തിയാണ് യേശു. അപ്പൊ ആ ദൈവശക്തിയുടെ ആത്മാവ് നമ്മുടെ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഞാൻ തന്നെ ഇപ്പൊ നിങ്ങളെ എത്രയോ വർഷങ്ങളായി പഠിപ്പിക്കുന്നു. ഇനി എത്ര വർഷം പഠിപ്പിച്ചാലും യേശുവിനെ പറ്റി പഠിച്ചു തീരും? 29 വർഷങ്ങളാണ് എന്റെ പഠനം. 29 വർഷം കൊണ്ടാണ് ദൈവം എന്നെ ഇതെല്ലാം പഠിപ്പിച്ചയക്കുന്നത്. അപ്പൊ എത്ര വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തീർക്കുക? അപ്പൊ ആത്മാവിനെ പറ്റിയുള്ള ജ്ഞാനം മനുഷ്യന്റെ കയ്യിൽ ഒരിക്കലും ഒന്നും ഇല്ല. അതായത് നമുക്ക് മതപരമായ പ്രാർത്ഥനയുണ്ട്, അത് മതപരമായതാണ്. സ്വാർത്ഥപരമായ പ്രാർത്ഥനയുണ്ട്, സെൽഫിഷായ പ്രാർത്ഥനയുണ്ട്, എന്റെ പ്രാർത്ഥനയുണ്ട്, എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിനൊക്കെ എനിക്ക് ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. ഇത് ചൊല്ലി തീർന്നിട്ട് വേണ്ടേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ? പഠിച്ചു വയ്ക്കുമ്പോൾ ഞാൻ എന്നെ പറ്റി തന്നെ ഒന്ന് പറയാം. ഞാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ എന്റെ ഭാര്യ എന്ത് പറയോ, പുള്ളിയുടെ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്ക് പോകും. എന്റെ കൂടെ ഇരിക്കുകയല്ല. കാരണം പുള്ളി പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന അത്ര ശരിയല്ല. കാരണം നിങ്ങള് എന്തെല്ലാവോ പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്താണ് മറ്റേത്? മതപരമായ പ്രാർത്ഥന. അത് മതപരമായ പഠനമാണ്. ഏത് പഠനം? ഓരോ മതത്തിനും അതിന് ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന പ്രാർത്ഥനയാണ് മതപരമായ പ്രാർത്ഥന. എന്നാൽ ക്രിസ്തുവിൽ മതമില്ല. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവത്തിൽ നിന്ന് വന്നതെങ്കിൽ സകലത്തിന്റെയും അധീപൻ അവൻ തന്നെയാണ്. അവനാണ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ മതമല്ല ക്രിസ്തു, പിന്നെ ആരാണ്? ദൈവമായ ആത്മാവാണ് ക്രിസ്തു. മുഴുവനും ദൈവമായ ആത്മാവാണ് ക്രിസ്തു. കാരണം ദൈവവചനം അവനിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പൊ ദൈവത്തിന്റെ വചനം ആരിൽ നിന്ന് പുറപ്പെടുന്നു അവരിൽ മാത്രമേ യഥാർത്ഥ ആരാധന ക്രമം ഉള്ളൂ. വേറെ ആരിലും ഇത് ശരിക്കും നമ്മൾ ഉൾക്കൊണ്ട് വന്ന് വരുമ്പം നമ്മളൊരു 5 വയസ്സായ കൊച്ചിനോടും അങ്ങ് താഴെ പോയി. പിന്നെ നമ്മുടെ ശരീരം പോലും നമ്മുടേതല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുവാണ് നമ്മൾ. പിന്നെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. ഒന്നുമില്ലാത്ത ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ഒരു മനുഷ്യൻ ഒന്നുമില്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയിൽ എത്താൻ മനുഷ്യൻ കൊണ്ട് പറ്റുമോ? അപ്പൊ നമ്മൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തി വരുമ്പം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പരിശുദ്ധനായ മനുഷ്യൻ അതായിരുന്നു. ആര്? യോഹന്നാൻ. യോഹന്നാൻ മാത്രമേ ആ അവസ്ഥയിൽ എത്തിയുള്ളൂ. പത്രോസ് പോലും അധികാരത്തിന്റെ അവസ്ഥയിൽ നിന്നു.
യോഹന്നാൻ എന്ത് ചെയ്തു? കുറഞ്ഞ് മരിക്ക പോലും ഇല്ലാന്ന് യേശു അവനെ പറ്റി പറഞ്ഞുണ്ടോ? അപ്പൊ മരിക്കയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നോക്കിയേ. മരണം നമ്മളെ വിട്ട് പോകുന്നു. അപ്പൊ ആരെയാ മനുഷ്യൻ? മുഴുവൻ ദൈവമായി. ദൈവത്തിലെ മരണമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാത്തിനും മരണമുണ്ട്. അപ്പൊ യോഹന്നാൻ പറയുന്ന ഒരു സത്യം ഇതാണ്: സ്നേഹം സ്നേഹം സ്നേഹമാണ് ദൈവം. അവസാനം യോഹന്നാൻ പൂർണ്ണതയിൽ എത്തിയപ്പോൾ പറഞ്ഞ വാക്കാണ് സ്നേഹം സ്നേഹം സ്നേഹമാണ് ദൈവം. അവസാന പ്രാർത്ഥനയായിരുന്നു യോഹന്നാന്റെ. അപ്പൊ സ്നേഹം സ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റൊന്നില്ലാത്ത ഒരു അവസ്ഥ. ആ അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് കൊണ്ടുപോയി നിൽക്കും. ഒരു 2 മണിക്കൂർ സമയം എവിടെയെങ്കിലും കഥ അടിച്ചിരുന്നിട്ട് ഒന്നുമില്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും, കണ്ണു കറങ്ങും. ഓ, എന്തൊരു ബഹളമായിരിക്കുന്നറിയാവോ? ശരീരത്തിൽ നിന്നുള്ള ആ ഒരു ശരീരത്തിന്റെ ഒരു ആക്ഷൻ ഉണ്ട് ആ സമയത്ത്. നമ്മൾ ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോണ്ടല്ലോ, ദൈവം നമ്മളിലേക്ക് വരുന്ന ഒരു അവസ്ഥയിൽ സാത്താനും ശരീരവും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ചങ്ക് പറിച്ച് തൂരക്കളയാ സമയത്ത് നമ്മുടെ ഹൃദയമൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചു കളയുവാൻ. കാരണം ഒരു മനുഷ്യൻ ആരായിത്തീരുന്നതാണ്? ദൈവമായിട്ട് മാറുവാണ്. ആ സമയം അവനും ശരീരവും മനസ്സും തമ്മിലൊരു മൽപ്പിടുത്തമുണ്ട്. ഈ പിടുത്തത്തിൽ ഒട്ടുമുക്കാലും പരാജയപ്പെട്ടു പോകും. ചിലപ്പോൾ അല്പം മാത്രം ഒരുവൻ രക്ഷപ്രാപിച്ചു. മനസ്സിലായോ? അപ്പൊ നമ്മള് ഏതൊരവസ്ഥയിൽ നിന്നാണ് പ്രാർത്ഥിക്കാൻ ഉണരുന്നത്? ദൈവാത്മാവ് പ്രചോദനത്തിൽ നിന്നാണ്. ദൈവാത്മാവിന്റെ പ്രചോദനമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റിയല്ല. ചുമ്മാ പറയുക അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്, സാധ്യമല്ലെന്ന് ഞാൻ തീർത്ത് പറയുകയാണ്. ദൈവാത്മാവ് പ്രചോദനമില്ലാതെ ഒരാൾക്കും, ഈ ലോകത്ത് ജനിച്ച ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കല പ്രാർത്ഥിക്കാൻ. എന്നാൽ ദൈവാത്മാവ് പ്രചോദനമായി കഴിഞ്ഞാൽ ആ മനുഷ്യനെ ആർക്കും തകർക്കാനും. അവൻ ആരുടെ ശിരസ്സാണ്? ക്രിസ്തുവിൻ്റെതാണ്. ക്രിസ്തു ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ദൈവം ആരാണ്? സ്നേഹമാണ്. അപ്പൊ ക്രിസ്തുവിൻ്റെതായി കഴിയുമ്പോൾ അവരുടെ മേൽ ഒരു അധികാരവുമില്ല. കാരണം എന്റെ ആത്മാവിന്റെ മേൽ ആർക്കും കൈവെക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. അവൻ ദൈവാത്മാവ് പ്രചോദനമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാന തത്വം. ഒരു വചനം എടുത്ത് കേട്ടോ. ജീവനും വചനവും. യഥാർത്ഥമായത് ജീവനാണ്, വ്രതം. നമ്മൾ നോമ്പെടുക്കുന്നത് ശരിക്കും ജീവനിൽ നിന്ന് മാത്രമുള്ളതാണ് നോമ്പ്. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായ, ദൈവിക സാദൃശ്യം, ദൈവിക ജീവൻ കൊണ്ട് ദൈവം മനുഷ്യനെ. അപ്പം മനുഷ്യൻ ആരാ ശരിക്കും? ദൈവത്തിന്റെ ജീവനാ. മനുഷ്യൻ ദൈവത്തിന്റെ ജീവനാണ്. അതുകൊണ്ടാണ് ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ജീവനാണ് ശരിയായ ഉപവാസം. ജീവനിൽ എങ്ങനെ ഉപവസിക്കുക കണ്ടിട്ടുണ്ടോ? ജീവനിൽ എങ്ങനെ ഉപവസിക്കുക? അല്ല, ജീവനിൽ എങ്ങനെയാണ് ഉപവസിക്കുക എന്നാ. എങ്ങനെയാണ് ഉപവസിക്കുക? പഠിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അതിനെപ്പറ്റി? യേശു ജീവന്റെ വചനമാണ്. ഉണ്ടോ? യേശു ആരുടെ വചനമാ? ജീവന്റെ വചനം. ജീവന്റെ പുസ്തകത്തിലാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്. അപ്പം ബൈബിൾ ആരാണ്? ജീവന്റെ പുസ്തകമാ. ഈ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് ദൈവ വചനം. ഈ വചനത്തിലാണ് യേശു ഉള്ളത്. അപ്പൊ യേശുവിന്റെ വചനം ഏതാണ്? ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനം തന്നെയാണ് യേശു. അപ്പൊ യേശു ഉപവസിച്ച് എങ്ങനെയാണ്? ആത്മാവിലും സത്യത്തിലും. അപ്പൊ ആത്മാവിൽ നമുക്ക് ആരാധന നടത്തണമെങ്കിലും ഉപവസിക്കണമെങ്കിലും മറ്റൊന്നും ആവശ്യമില്ല. ഒന്ന് മാത്രം മതി, ജീവൻ. അല്ലേ? യേശു പറയുന്നൊരു വചനമുണ്ട്,
ഞാൻ മരിച്ചവരുടെ ദൈവം അല്ല. കട്ടായി അവിടെ. പിന്നെ ആരുടേതാണ്? ജീവിക്കുന്നവരുടെ. അപ്പൊ ജീവിക്കുന്നവരുടെ ദൈവത്തെ ഉപവസിക്കാൻ അവർക്ക് എന്ത് വേണം? ജീവൻ മാത്രം മതി. പോരെ? ജീവന്റെ വചനമായിട്ട് ലോകത്തിലേക്ക് വന്ന യേശുവിനെ ആരാധിക്കാൻ നമുക്ക് ജീവൻ മാത്രം മതി. കാരണം അവൻ ആരാണ്? ജീവവചനമാണ്. അപ്പൊ നമ്മൾ ആത്മാവിൽ ഇരുന്നു കൊണ്ട് ജീവന്റെ വചനത്തെ ആരാധിച്ചാൽ നമുക്ക് ലഭിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്ത് ഭക്ഷിക്കണമെന്ന് നീ ശരീരത്തെ പറ്റിയോ അല്ല ഉദരത്തെ പറ്റിയോ എന്ത് ധരിക്കണമെന്ന് ശരീരത്തെ പറ്റിയോ നീ ആകുലപ്പെടണ്ട. ഇതെല്ലാം നിനക്ക് വേണമെന്ന് നിന്റെ പിതാവിനറിയാം. അപ്പൊ എന്നെ ലോകത്തിലേക്ക് അയച്ച എന്റെ പിതാവിന് എന്നെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാൻ ആത്മാവിൽ ജീവന്റെ വചനത്തിനെ ആരാധിക്കുന്നതിന് എനിക്ക് ആരുടെ ആവശ്യം ഇല്ല. വെള്ളവും വേണ്ട, ഭക്ഷണവും വേണ്ട, എനിക്കൊന്നും ആവശ്യമില്ല. ഞാൻ എവിടെ ഇരിക്കുന്നത്? ആത്മാവിൽ ജീവന്റെ വചനത്തിലായിരിക്കുന്നത്. വചനം ഭക്ഷണമാണ്. ഉണ്ടോ? വചനമാണ് യഥാർത്ഥ ഭക്ഷണം. അപ്പം വചനം ഭക്ഷിക്കാൻ ഞാൻ പഠിക്കണോ വേണ്ടയോ? അത് നമുക്കറിയത്തുമില്ല. നമുക്കറിയത്തില്ലാത്ത ഏറ്റവും വലിയ തെളിവാണ് ആ വചനം എങ്ങനെയാണ് ഭക്ഷിക്കുക? എന്റെ ആത്മാവിൽ വന്ന് വചനം വസിക്കണം. ദാവീദ് തന്റെ സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ടല്ലോ, എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗങ്ങളെ അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുക. ഉണ്ടോ? യഥാർത്ഥ ആരാധന, ആത്മീക ഉപവാസമാണത്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗങ്ങളെ അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുക. അപ്പൊ മറ്റൊന്നും അവിടെ ഇല്ല. ദാവീദ് തന്റെ ശരീരം പോലും വിട്ടു. എവിടെത്തി? ആത്മാവിലും അന്തരംഗങ്ങളിലും ഇരുന്നുകൊണ്ട് ദാവീദ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. അത് സമയമൊന്നും പറയാൻ പറ്റുകയല്ല. അങ്ങ് പോവാണ് ഈ ആരാധന. എവിടുന്നാ പോകുന്നത്? എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗങ്ങളെ അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുക. അപ്പൊ പരിശുദ്ധ നാമത്തെ സ്തുതിച്ചാൽ നിർത്താൻ പറ്റുമോ? നിൽക്കുകയല്ല. പിടിച്ചു കെട്ടിയാലും നിൽക്കുകയല്ല. കാരണം ആരാണ് ഇതിനകത്തുള്ളത്? ദൈവത്തിന്റെ ജീവനാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. അപ്പൊ ഞാനും ദൈവവും തമ്മിൽ എന്താ മാറ്റം? ഒന്നായി തീർന്നു. ആത്മാവിൽ നമ്മൾ രണ്ടുപേരും എത്തിക്കഴിഞ്ഞാല് ഞാനും പിതാവും ഒന്നാണ്. നിങ്ങളും ഞാനും. ഉണ്ടോ? എന്തൊരു സ്നേഹമാന്ന് നോക്കിയ ദൈവത്തിന്റെ. ഇത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിച്ചിട്ട് നമുക്കൊരു അല്പ സ്നേഹം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും കാലം മുള്ളുകൊണ്ടാ മതി. അപ്പോഴത്തേക്ക് തട്ടി എന്നെ വെള്ളത്തിലിട്ടു, അല്ല തട്ടി എന്നെ പാറപ്പുറത്തിട്ടു. എന്നിട്ട് ദൈവത്തോട് പിണങ്ങി നടക്കുന്ന ആൾക്കാരെ. അപ്പൊ നമ്മൾ ഒന്ന് പഠിക്കണം. ശരീരത്തിൽ മുറിവേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം. ഉണ്ടോ? ക്രിസ്തു ആരുടെ ശരീരത്തിലാണ് മുറിവേറ്റത്? തന്റെ ശരീരത്തിൽ. വേറെ ആർക്കും വിട്ടുകൊടുത്തില്ല. തന്റെ ശരീരത്തിൽ മുറിവേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നമ്മൾ ഹൃദയത്തിൽ ധരിച്ചു നോക്കിക്കേ. അപ്പൊ നമ്മൾ ശരിയായിട്ട് പ്രാർത്ഥിക്കപ്പെടുന്നതയോ? ഓ സ്നേഹമേ നീ, ഓ ദൈവമേ, നിന്നിൽ നിന്നും എന്നിൽ വരേണമേ. ഓ സ്നേഹമേ നീ, ഓ ദൈവമേ, നിന്നിൽ നിന്നും എന്നിൽ വരേണമേ. ഓ സ്നേഹമേ നീ, ഓ ദൈവമേ, നിന്നിൽ നിന്നും എന്നിൽ വരേണമേ. നിന്നിൽ നിന്നും എന്നിൽ വരേണമേ. ഓ സ്നേഹമേ നീ, ഓ ദൈവമേ. അപ്പൊ എന്താണ് ഉപവാസം എന്ന് മനസ്സിലാക്കി?
പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി, ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി, എങ്ങനെ ആരാധിക്കണമെന്ന് അത് പൗലോസ് ലേഖ വഴി നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. എങ്ങനെ മനസ്സിലായല്ലോ? ആത്മാവിലും സത്യത്തിലും. ഉപവസിക്കുന്നത് എങ്ങനെയാണ്? ജീവന്റെ വചനത്തിൽ ഉണ്ടോ? ജീവന്റെ വചനത്തിലാണ് ഉപവസിക്കുന്നത്. അത് 1 മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം അല്ലെ 10 മിനിറ്റ് എടുത്താൽ മതി. 10 മിനിറ്റ് ആ ഒരു ഉപവാസം കേട്ടാണല്ലോ നമ്മുടെ ശരീരങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നല്ല തിളച്ചും മാറും. അത്ര സുഖമാണ്. ജീവനും ആത്മാവും തമ്മിലല്ല ഉപവസിക്കുന്നത്. പിന്നെ വേറൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പെന്തിക്കോസ്തരോട് പറഞ്ഞു, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ ഇന്ദു സമാനമായി സന്തതമായുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, 1000 നാവുകളാൽ അത് വർണ്ണിച്ചിടും നിധിതേ. 10,000 അവൻ ശ്രേഷ്ഠനവൻ, എന്നുമേ എന്നുമേ നായകൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരം. ഫാദർ, സൺ, ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ കൃപയായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങൾ ക്രിസ്തുവിനും ദൈവത്തിനും സാക്ഷികളാകട്ടെ. കർത്താവിന്റെ വചനം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾ വസിക്കുന്ന ദേശങ്ങളിലും സമാധാനം സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ശംശയ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ.